PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഹാർഡ്വെയറിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർഡ്വെയറിനെ കുറിച്ച് പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു എന്താണ്, കമ്പ്യൂട്ടറിന് ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, രണ്ടും കൂടെ ചേരുന്നതാണ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന ഭാഗങ്ങളാണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞു. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അതുപോലെ തന്നെ CPU, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? സ്പർശിക്കാൻ കഴിയാത്ത ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലേ, നമുക്ക് കാണാൻ കഴിയും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പർശിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ സ്പർശിക്കാൻ കഴിയാത്ത കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്ന പേരാണ് പ്രോഗ്രാമർ. ഓക്കെ, സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രോഗ്രാമർ എന്നാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ സ്പർശിക്കാൻ പറ്റാത്ത കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രോഗ്രാമർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി സോഫ്റ്റ്വെയർ 2 തരത്തിലുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഈ 2 സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ സോഫ്റ്റ്വെയർ 2 തരത്തിലാണുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ന് നമുക്കറിയാം. അതായത് കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെയാണ് എന്തെന്ന് പറയുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സോർട്ടിങ്, ഡിലീറ്റിംഗ്, ഫയൽ കോപ്പി ചെയ്യുന്നത്, അതുപോലെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ, അതുപോലെ കംപ്രഷൻ, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെയാണ് എന്തെന്ന് പറയുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അത് എന്തിനാണ് സഹായിക്കുന്നത്? കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് സോർട്ടിംഗ്, ഡിലീറ്റിംഗ്, ഫയൽ കോപ്പി ചെയ്യുന്നത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പാസ്വേഡ് പ്രൊട്ടക്ഷൻ, കംപ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് അത്രയും പഠിച്ചാൽ മതി. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകൾ. ഓക്കെ, പ്രോഗ്രാമുകളുടെ കാര്യമാണ് പറയുന്നത്. കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും, സോഫ്റ്റ്വെയറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും
ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തനം ചെയ്യിപ്പിക്കുമ്പോൾ, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തനം ചെയ്യിപ്പിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തനം ചെയ്യിപ്പിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയറുകളാണ് എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു ജീവനില്ലാത്ത വസ്തുവാണ് അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്ന ആളോ? ജീവനുള്ള. അപ്പൊ രണ്ടുപേരുടെയും ഇടയിൽ ഒരു മാധ്യമം ആവശ്യമാണ്. രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താവശ്യമാണ്? ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പൊ കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. സിംഗിൾ യൂസർ, ആ പേര് പോലെ തന്നെയാണ്, ഒരു ആൾക്ക് മാത്രമാണ് ഒരു സമയം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? സിംഗിൾ യൂസർ. ഒരു സമയം ഒരു യൂസർ മാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്താ? സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൾട്ടി യൂസർ, അപ്പൊ മൾട്ടി യൂസർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഒരേ സമയം ഒന്നിലധികം യൂസർമാർ ഉപയോഗിക്കാം, ഒന്നിലധികം പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്താ? മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ടൈം ഷെയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം അല്ലെ, സമയമാണ് അവിടെ പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ഇടവേളകളിൽ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇടവേളകൾ വിട്ടിട്ട് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സിംഗിൾ യൂസർ എന്ന് പറയുമ്പോൾ ഒരു സമയം ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത്. മൾട്ടി യൂസർ എന്ന് പറയുമ്പോൾ ഒരു സമയം ഒന്നിൽ കൂടുതൽ പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ദെൻ ടൈം ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് എന്ത് ചെയ്യും? ഇടവേളകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ടൈം ഷെയറിംഗ്. ഇനി റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ പ്രവർത്തനം ചെയ്തു തീർക്കണം, അങ്ങനെ തരത്തിലുള്ള നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ അത് ചെയ്ത് തീർക്കണം, അങ്ങനെ ഒരു നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ശരിയായ സമയത്തിനുള്ളിൽ അത് തീർന്നിരിക്കണം, അതാണ് എന്ത്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് മൾട്ടി പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൾട്ടി പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത്? മൾട്ടി പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത്? മൾട്ടി പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി മൾട്ടി ടാസ്കിംഗ് ആണെങ്കിലോ ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി ടാസ്കിംഗ്. ഒരേ സമയം മൾട്ടി ടാസ്കിംഗ് ആണ് അല്ലെ, ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുന്നതാണ് മൾട്ടി ടാസ്കിംഗ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് മൾട്ടി പ്രോസസിംഗ് അല്ലെ. CPU എന്താണ് ചെയ്യുന്നത്? പ്രോസസിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ CPU ഒന്നിൽ കൂടുതൽ എണ്ണം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് മൾട്ടി പ്രോസസിംഗ്. ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യുന്നതാണ് മൾട്ടി ടാസ്കിംഗ്. റിയൽ ടൈം എന്ന് പറയുമ്പോൾ ഒരു ടൈമിനുള്ളിൽ, നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കേണ്ടതാണ് എന്ത്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ ടൈം ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ഇടവേളകൾ വിട്ടിട്ട് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നതാണ് റിയൽ ടൈം ഷെയറിംഗ്. ദെൻ മൾട്ടി യൂസർ എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ ഒന്നിലധികം യൂസറിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. ദെൻ സിംഗിൾ യൂസർ എന്ന് പറയുമ്പോൾ ഒരു സമയം ഒരു യൂസർ മാത്രം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് എന്ത്? വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാണ് പഠിച്ചത്? സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞു അല്ലെ. കാണാൻ കഴിയും പക്ഷെ സ്പർശിക്കാൻ കഴിയാത്ത എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് എന്ത്? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്ന പേരാണ് പ്രോഗ്രാമർ. സോഫ്റ്റ്വെയർ രണ്ട് തരത്തിലുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ.
യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ സോർട്ടിങ്, ഡിലീറ്റിംഗ്, ഫയൽ കോപ്പി ചെയ്തത്, പാസ്വേഡ് പ്രൊട്ടക്ഷൻ, കംപ്രഷൻ, ഇതെല്ലാം എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. എന്താണ്? കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിനെയും നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. സിംഗിൾ യൂസർ, മൾട്ടി യൂസർ, ടൈം ഷെയറിംഗ്, റിയൽ ടൈം, മൾട്ടി പ്രോസസ്സിംഗ്, മൾട്ടി ടാസ്കിംഗ്. അത് ഓരോന്ന് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കാം. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നോക്കാം. ആദ്യത്തേത് വിൻഡോസ് ആണ്. വിൻഡോസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വിൻഡോസ് ആണ്. ഓക്കെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് എന്ന് പറയുന്നത്. വിൻഡോസ് വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, വിൻഡോസ് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. വിൻഡോസ് പുറത്തിറങ്ങിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1985 വിൻഡോസ് പുറത്തിറങ്ങുന്നത്. അപ്പൊ വിൻഡോസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പുറത്തിറക്കിയ കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്. പുറത്തിറങ്ങിയ വർഷം 1985 വിൻഡോസ് പുറത്തിറങ്ങുന്നത്. സ്ഥാപകർ ആരൊക്കെയാണ്? വിൻഡോസിന്റെ സ്ഥാപകർ ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ് വിൻഡോസിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത്. വിൻഡോസിന്റെ ആദ്യ പതിപ്പാണ് വിൻഡോസ് 1.0. ഓക്കെ, വിൻഡോസ് 1.0 ആണ് വിൻഡോസിന്റെ ആദ്യ പതിപ്പ്. അവസാന പതിപ്പ് എന്ന് പറയുന്നത് വിൻഡോസ് 10 ആണ്. ഓക്കെ, 1.0 ആണ് ആദ്യ പതിപ്പ്. അവസാന പതിപ്പ് ഏതാണ്? വിൻഡോസ് 10 ആണ്. ഓക്കെ, ഇനി വിൻഡോസ് 10നോടൊപ്പമുള്ള ഡീഫോൾട്ട് ബ്രൗസർ ആണ് എഡ്ജ്. എഡ്ജ് ഇമ്പോർട്ടൻ്റ് ആണ്. വിൻഡോസ് 10നോടൊപ്പമുള്ള ഡീഫോൾട്ട് ബ്രൗസർ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? എഡ്ജ് ആണ്. ഓക്കെ, അപ്പൊ വിൻഡോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മൈക്രോസോഫ്റ്റ് ആണ് വികസിപ്പിച്ചെടുത്തത്. പുറത്തിറങ്ങിയ വർഷം 1985 സ്ഥാപകർ ആരൊക്കെയാണ്? ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ്. ആദ്യ പതിപ്പ് വിൻഡോസ് 1.0, അവസാന പതിപ്പ് വിൻഡോസ് 10. വിൻഡോസ് 10നോടൊപ്പമുള്ള ഡീഫോൾട്ട് ബ്രൗസർ ഏതാണ്? എഡ്ജ് ആണ്. ഓക്കെ, അപ്പൊ വിൻഡോസിനെ പറ്റിയിട്ട് ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ആൻഡ്രോയിഡ്. അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആൻഡ്രോയിഡ്. നമുക്കറിയാം മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത്? ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ? മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് പുറത്തിറക്കിയ കമ്പനി എന്ന് പറയുന്നത് ഗൂഗിൾ ആണ്. ഓക്കെ, ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത്? ആൻഡ്രോയിഡ്. അപ്പൊ ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ആൻഡ്രോയിഡ് തന്നെയാണ്. ആൻഡ്രോയിഡിന്റെ പുതിയ പതിപ്പാണ് ആൻഡ്രോയിഡ് 10 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ്രോയിഡിന്റെ പുതിയ പതിപ്പ് ആൻഡ്രോയിഡ് 10. കപ്പ് കേക്ക് മറ്റു പതിപ്പുകളാണ്. ആൻഡ്രോയിഡിന്റെ മറ്റു പതിപ്പുകളാണ് കപ്പ് കേക്ക്, സാൻഡ്വിച്ച്, ജിഞ്ചർ ബ്രെഡ്, ജെല്ലി, ബീൻ, കിറ്റ്കാറ്റ്, ലോലിപോപ്പ്, ഓറിയോ എക്സിട്ര. ഇതൊക്കെയാണ് എന്ത്? ആൻഡ്രോയിഡിന്റെ മറ്റു പതിപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ പതിപ്പും ജസ്റ്റ് പുറത്തിറക്കിയ കമ്പനിയും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് വരുന്നത് മാക് ഓസ് ആണ്. മാക് ഓസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് ആപ്പിൾ ആണ് കേട്ടോ. മാക് ഓസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് ആപ്പിൾ ആണ്. അതിന്റെ മറ്റു പതിപ്പുകളാണ് ലിയോപാഡ്, സ്നോ ലിയോപാഡ്, മൗണ്ടെയിൻ ലയൺ, മാവറിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്തത് ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് എന്ന് ചോദിച്ചാൽ ഫ്ലോക്ക് ഓസ് ആണ്. ഫ്ലോക്ക് ഓസ് ആണ് എന്ത്? ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഫ്ലോക്ക് ഓസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ പഠിച്ചു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള വിൻഡോസ്, ആൻഡ്രോയിഡ്, മാക് ഓസ്, അതുപോലെ തന്നെ ഫ്ലോക്ക് ഓസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചെടുക്കുക.
ഇനി നെക്സ്റ്റ് എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, ഇമേജ് എഡിറ്റർ, ഡാറ്റാബേസ് പാക്കേജ്, അങ്ങനെയുള്ളതൊക്കെ എന്താണ്? അതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പൊ അത് അത്രയും പഠിച്ചാൽ മതിയാവും. നമുക്ക് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് എന്നൊക്കെ ചോദിച്ചാൽ അറിയണ്ടേ? അപ്പൊ നമുക്ക് ജസ്റ്റ് അറിയാം, നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, ഇമേജ് എഡിറ്റർ, ഡാറ്റാബേസ് പാക്കേജ്. ഓക്കെ, ഇനി അടുത്തത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ. ഇതിൽ ഏതിലും പെടാത്ത, സിസ്റ്റം സോഫ്റ്റ്വെയറിൽ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ഏതിലും പെടാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് കണ്ടെത്തിയത്. ഓക്കെ, റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് ഒരു എക്സാമ്പിൾ ആണ് ലിനക്സ്. ഓക്കെ, ലിനക്സ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ്. ലിനക്സ് കണ്ടെത്തിയത് ലിനസ് ബെനഡിക്റ്റും ടോർവാൾസുമാണ്. ഓക്കെ, ലിനക്സിന്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണ്? ലിനസ് ബെനഡിക്റ്റും ടോർവാൾസുമാണ് എന്ത്? ലിനക്സിന്റെ ഉപജ്ഞാതാക്കൾ. ലിനക്സിന്റെ ലോഗോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പെൻഗ്വിന്റെ ചിത്രമാണ്. ടക്സ് എന്നാണ് അതിന്റെ പേര്. ടക്സ് എന്ന പെൻഗ്വിൻ ആണ് ലിനക്സിന്റെ ലോഗോയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് കണ്ടെത്തിയത്. അതിനൊരു എക്സാമ്പിൾ ആണ് ലിനക്സ്. ലിനക്സിന്റെ ഉപജ്ഞാതാക്കളാണ് ലിനസ് ബെനഡിക്റ്റും ടോർവാൾസും. ഓക്കെ, അപ്പൊ ലിനക്സ് എന്ന് പറയുന്നതിന്റെ ലോഗോയാണ് ടക്സ് എന്ന പെൻഗ്വിൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയറിന്റെ ഡിവിഷൻ പഠിച്ചു, സിസ്റ്റം സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ പഠിച്ചു, അതുപോലെ തന്നെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന വിൻഡോസ്, ആൻഡ്രോയിഡ്, മാക്കോസ്, ഫ്ലോക്കോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇതിന് അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചത്? സ്വതന്ത്ര സോഫ്റ്റ്വെയറും പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.